സംസ്ഥാനത്തെ ലഹരി മാഫിയകൾക്കെതിരെ പോലീസ് നടപടികൾ കടുക്കുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പോലീസിനെ വെട്ടിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച MDMA കടത്തുകാരനെ സിറ്റി ഡാൻസ് ഓഫ് സംഘം സാഹസികമായി പിടികൂടി. മലയൻകീഴ് സ്വദേശി ഷംനുവാണ് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 97 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇതിനു പുറമെ മലപ്പുറം തിരൂരിൽ നടത്തിയ ലഹരി വേട്ടകളിൽ 3 പേർ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനായി വലിയ അളവിൽ രാസലഹരി എത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘം കഴക്കൂട്ടം ഭാഗത്ത് പരിശോധന കർശനമാക്കിയത്. പരിശോധനയ്ക്കിടെ ലഹരിക്കടത്ത് ശൃംഖലയിലെ കണ്ണിയായ ഷംനു സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്താൻ പോലീസ് സംഘം ശ്രമിച്ചു. എന്നാൽ പോലീസിനെ അവഗണിച്ച് ഷംനു തന്റെ കാറുമായി മുന്നോട്ട് കുതിച്ചു. തടയാൻ ശ്രമിച്ച പോലീസുകാരുടെ 3 വാഹനങ്ങൾ ഇടിച്ചു തകർത്ത് നിർത്താതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ പാഞ്ഞ പോലീസ് സംഘം ഒടുവിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ മറ്റൊരു വാഹനം റോഡിന് കുറുകെയിട്ടാണ് പ്രതിയെ അതിവിദഗ്ധമായി പിടികൂടിയത്. കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും 97 ഗ്രാം MDMA കണ്ടെടുത്തത്. മലയൻകീഴ് സ്വദേശിയായ ഷംനു ഇതിനു മുമ്പും പലതവണ ലഹരിമരുന്ന് കടത്തിയതിന് പിടിയിലായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. കൃത്യം 1 വർഷം മുൻപ് വയനാട്ടിൽ 300 ഗ്രാം MDMAയുമായി ഷംനുവിനെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ MDMA കടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണിയാൾ. ഡാൻസ് ഓഫ് സംഘം പിടികൂടിയ പ്രതിയെ പിന്നീട് കഴക്കൂട്ടം പോലീസിന് കൈമാറുകയും NDMS പ്രകാരമുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇതിന് സമാനമായി മലപ്പുറം തിരൂരിൽ നടന്ന മറ്റൊരു ലഹരിവേട്ടയിൽ 3 പേരാണ് പിടിയിലായത്. 43.04 ഗ്രാം MDMAയുമായി പുതുപ്പന്നാനി സ്വദേശി അബൂബക്കർ സിദ്ദിഖ്, നരിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് തിരൂരിൽ പിടിയിലായത്. ഹൈദരാബാദിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിലെത്തിച്ച MDMAയുമായി മുഹമ്മദ് ഇർഫാനൊപ്പം കാറിൽ സഞ്ചരിക്കവേ തിരൂർ ആലിങ്ങലിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത്. കൊലപാതകം, അടിപിടി, ലഹരിക്കടത്ത് തുടങ്ങിയ വിവിധ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അബൂബക്കർ സിദ്ദിഖ്. പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ 1.25 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി തൃക്കണ്ടിയൂർ സ്വദേശി അബ്ദുൾ റഷീദും തിരൂരിൽ പിടിയിലായി. തിരൂർ മാർക്കറ്റിലെ പ്രീമിയം സ്റ്റോർ എന്ന കടയുടെ ഗോഡൌണിൽ 7 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന നിലയിലാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. 1.25 ലക്ഷം രൂപ വില വരുന്ന 4286 പാക്കറ്റ് ഹാൻസ്, പാൻപരാഗ് തുടങ്ങിയവയാണ് പിടികൂടിയത്. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് ലഹരി വസ്തുക്കൾ ശേഖരിച്ചുവെച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലീസ് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.